ഹലോ, നല്ല നമസ്കാരം. ബാഹുബലി ദി എപ്പിക്. ബാഹുബലിയുടെ 2 എപ്പിസോഡുകളും കൂടി, അല്ലെങ്കിൽ ആ ബിഗിനിങ്ങും ആൻഡ് കൺക്ലൂഷനും കൂടി ചേർത്തിട്ട് ഇറക്കിയ എപ്പിക് ഏകദേശം 3.25 മണിക്കൂർ ഉള്ള ദൈർഘ്യമുള്ള സിനിമ. ഇത് ഒരു റിവ്യൂ അല്ല, തിയേറ്റർ എക്സ്പീരിയൻസ് മാത്രമാണ്. മൈൻഡ് ഫ്രഷാക്കി കഴിയുമെങ്കിൽ നല്ല തിയേറ്ററിൽ പോയി കാണുക. ഇത് മാത്രമേ ആദ്യമായിട്ട് പറയാനുള്ളൂ. ഇതിൻ്റെ എഫക്റ്റുകളൊക്കെ നന്നായിട്ട് ഇഷ്ടം പോലെ ആസ്വദിക്കണമെങ്കിൽ, ഡോൾബി ഡിജിറ്റൽ അറ്റ്മോസ്ഫിയർ എല്ലാം തന്നെ കിടിലമായിട്ട് ആസ്വദിക്കണമെങ്കിൽ മിനിമം ഒരു വിമാക്സിലെങ്കിലും കാണണം എന്നുള്ളതാണ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ചില സാധനങ്ങൾ, രോമാഞ്ചിഫിക്കേഷൻ വന്ന കുറേ സീനുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ സീന് എന്ന് പറയുന്നത് മഹേന്ദ്ര ബാഹുബലിയുടെ ആദ്യത്തെ എൻട്രിയാണ്. അതായത് ഈ മല കയറി വീണ് മൊത്തത്തിൽ കലങ്ങി അവസാനം വരുമല്ലോ ഒരു സാധനത്തിൽ എത്തിപ്പിടിച്ച് ഇങ്ങനെ ഒറ്റക്കൈയിൽ ഇങ്ങനെ നിന്ന് ഇങ്ങനെ ആട്ടമുണ്ട്. അപ്പോഴേക്ക് ഇവിടെ നെറ്റിന്നും ഇവിടെ നിന്നൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറ്റ് വീഴുന്ന ഒരു സീനുണ്ട്. ഒരു യൂട്ടൺ ടൈപ്പിൽ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ നമ്മുടെ സെന്തിൽകുമാർ ഇങ്ങനെ കെ സെന്തിൽകുമാർ ഇങ്ങനെ കറക്കി എടുക്കുന്ന ഒരു സീന്. ആദ്യത്തെ ആ സീനിൽ തുടങ്ങുന്ന രോമാഞ്ചിഫിക്കേഷനാണ്. അത് കഴിഞ്ഞിട്ട് ആര്യവൻ എന്ന് പറയുന്ന ആ സാധനത്തിൽ നമ്മുടെ ശിവലിംഗവും പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ സ്ലോ മോഷൻസിൽ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ മോനെ. രോമ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഇങ്ങനെ ഒരു സുഖത്തിന്. കാരണം ഞാൻ ഈ സിനിമ കണ്ട ആ ഒരു ടീം ഫുള്ള് തിയേറ്റർ ഫുള്ളായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇത് ആസ്വദിക്കാൻ പറ്റിയ കിടില ഓഡിയൻസും. എന്തൊരു ബഹളമായിരുന്നു എന്നറിയാമോ. ഞങ്ങളൊക്കെ മൊത്തത്തിലിരുന്ന് ഇത് ഓസ്ട്രേലിയ ആണെന്നോ അല്ലെങ്കിൽ ഐമാക്സിലാണ് കാണുന്നതെന്നോ അങ്ങനെ ഒരു മനോഭാവം ഇല്ലാതെ എല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ് ഈ സിനിമ കണ്ടത്. അങ്ങനെയുള്ള ഒരുപാട് രോമാഞ്ചിഫിക്കേഷൻ സീനുകൾ. അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത രോമാഞ്ചിഫിക്കേഷൻ വന്ന ഒരു സാധനം എന്ന് പറയുന്നത് ദേവസേനയുടെ എൻട്രിയാണ്. ദേവസേന ഇങ്ങനെ ഒരു പല്ലക്കിന്ന് ചാടി പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഒരു വെള്ള തുണിയൊക്കെ ഇങ്ങനെ വലിച്ചു കീറി കണ്ണൊക്കെ കാണിച്ചിട്ടുള്ള ഒരു സീനുണ്ട്. അയ്യോ ഒരു സുഖം. അതൊക്കെ കാണുമ്പോൾ ഒരു സുഖമായിട്ടല്ല മോനെ. അത് ഒരു വേറെ വൈബ് തന്നെയായിരുന്നു ആ ദേവസേനയുടെ എൻട്രി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫലാൻ ദേവൻ്റെ ആ കാളയുടെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇങ്ങനെ ബോഡിയൊക്കെ പെരിപ്പിച്ചിട്ട് ഇങ്ങനെ മസിലൊക്കെ കയറ്റിയിട്ട് ഒരു പിടുത്തമുണ്ട്. ആ കാളക്കുട്ടനെ പിടിച്ചടക്കുന്ന ഒരു സീനുണ്ടല്ലോ മോനെ. ഞെരുപ്പ് സത്യം. ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഈ സാധനം ഒരു വലിയ സ്ക്രീനിൽ, അത് പ്രത്യേകിച്ച് ഐമാക്സ് പോലുള്ള ഒരു സാധനത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത്. ആ ഒരു ആഗ്രഹം അങ്ങനെ സഫലമായി എപ്പിക്കിലൂടെ. സത്യം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അവസാനത്തെ സീന്, ക്ലൈമാക്സിൽ വരുന്ന ഒരു സീനുണ്ട് മോനെ. പ്രഭാസും റാണയും കൂടി തമ്മിലുള്ള അവസാനത്തെ സാധനം ഉണ്ടല്ലോ, അവസാനത്തെ ഒരു കിടിലൊരു സാധനം ഉണ്ടല്ലോ. ഈ റാണ ആണെങ്കിൽ ഒരു മാതിരി ആൾക്കാരെ കൊല്ലുന്ന ഒരു കറങ്ങുന്ന ഒരു മിഷനുമായിട്ട് ഇങ്ങനെ ഒരു തേരുമായിട്ട് ഇറങ്ങുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അത് ഫസ്റ്റ് പാർട്ടിലുണ്ട്, സെക്കൻഡ് പാർട്ടിൽ ആ സാധനം വരുന്നുണ്ട്. ആ ഒരു സാധനം ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പോകുന്ന സമയത്ത് ബാഹുബലിയാണെങ്കിൽ ഭല്ലാൻ ദേവനും കൂടി ചേർന്നിട്ട് അവർ തമ്മിലുള്ള ആ ഒരു ഫൈറ്റ്, ആ ഫൈനൽ സീനിൽ ഇങ്ങനെ 2 കുന്തങ്ങൾ ഇങ്ങനെ വന്നിങ്ങനെ മുട്ടുന്ന ഒരു സ്ലോ മോഷൻ സീനുണ്ട്. എൻ്റെ അമ്മച്ചി എന്തൊരു രോമാഞ്ചിഫിക്കേഷൻ എന്നറിയാമോ. ആ സീൻ ഇങ്ങനെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ് കിട്ടിയത്. കാരണം ഐമാക്സിൽ എൻ്റെ സൗണ്ട് അറിയാമല്ലോ, പ്രത്യേകിച്ച് ഐമാക്സിൽ കിട്ടുന്ന ഒരു സാധനം എന്ന് പറയുന്നത് വേറെ വൈബായിരുന്നു. ഇതിൽ തമന്നയുടെ ആ എൻട്രി ഉണ്ടല്ലോ, ഒരു പാട്ടുണ്ടല്ലോ, ഒരു മുഖംമൂടി കിട്ടുമല്ലോ, വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒരു മുഖംമൂടി കിട്ടും. മുഖംമൂടി കിട്ടിയതിന് ശേഷം ആ മലയ്ക്ക് മുകളിലേക്ക് കയറി അത് ആരുടെ മുഖംമൂടിയാണ് എന്ന് അറിയാൻ വേണ്ടി ഒരു രൂപമൊക്കെ മണ്ണിലൊക്കെ ഉണ്ടാക്കിയിട്ട് കയറി പോകുമല്ലോ. അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ ഒരു സ്വപ്നത്തിൽ
പ്രത്യക്ഷപ്പെടുകയാണ്. തമന്ന എന്ന് പറയുന്ന അവന്തിക എന്ന് പറയുന്ന ആ കഥാപാത്രം പ്രത്യക്ഷപ്പെടുകയാണ്. അവൻ്റെ സ്വപ്നത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ആ ഒരു പാട്ട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവന്തികയുടെ പ്രസക്തി ഇല്ല. കാരണം ഇതിന് കഥയ്ക്കാണ് വളരെയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ആകപ്പാടെ കുറച്ച് സീന് മാക്സിമം പോയി കഴിഞ്ഞാൽ അവന്തിക എന്ന് പറയുന്ന തമന്നയുടെ കഥാപാത്രത്തിന് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് മാത്രമേ സാധനമുള്ളൂ, സ്ക്രീൻ സ്പേസ് ഉള്ളൂ എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. അതിൽ അവസാനം ഈ മഞ്ഞ് ശത്രു സൈന്യം വരികയും മഞ്ഞിൽ കൂടി ഒരു പുറം തോടെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ രണ്ടുപേരും പോകുന്ന ആ സീന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഫൈനലിൽ മാത്രമാണ് വരുന്നത്. അവന്തികയും മഹേന്ദ്ര ബാഹുബലിയും തമ്മിലുള്ള ആ പ്രണയത്തിന്റെ എല്ലാ സീനും കട്ട് ചെയ്ത് കളഞ്ഞു. അതിന്റെ ആവശ്യമില്ലെന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. 3.25 മണിക്കൂർ പോയത് പോലും അറിഞ്ഞിട്ടില്ല. സീരിയസ്ലി കഥ അത്രയ്ക്കും എൻഗേജ്ഡ് ആക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ സിനിമ. കാലകേയന്റെ കുറെ സീനുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. കാലകേയന്റെ ആ ഒരു അവസാനത്തെ യുദ്ധത്തിന്റെ സീനുകളൊക്കെ കുറെ കട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുന്തള രാജ്യത്തിന്റെ കുറെ കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ അതും കുറെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാഹുബലിയുടെ ബാല്യകാലത്തിലുള്ള കുറേ സീനുകൾ കട്ട് ചെയ്ത് കളഞ്ഞു. അതായത് നമ്മുടെ കട്ടപ്പയുമായിട്ടൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കുറേ സീനുകളുണ്ട്. അതോടൊപ്പം തന്നെ കട്ടപ്പ ആയുധ പരിശീലനം കൊടുക്കുന്ന കുറേ സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഒരു തേളിനെ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഒരു കുറേ സീനുകളുണ്ടല്ലോ, അതെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞു. അപ്പോൾ സിനിമ നന്നായിട്ട് ക്രിസ്പായി കഥയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് കിട്ടി എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. ഞാൻ ശ്രദ്ധിച്ച ചില സാധനങ്ങൾ, MM കീരവാണിയുടെ ആ സൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഞാൻ നേരത്തെ പറഞ്ഞ കുന്തം പരസ്പരം ചേരുന്ന ഒരു ഇതുണ്ട്, സാധനമുണ്ട്. എൻ്റെ മോനെ, ആ മ്യൂസിക് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത സാധനം. നിങ്ങൾ പറ്റുമെങ്കിൽ TV ഒന്നുകൂടെ കണ്ടിട്ട് വേണം ഇതൊക്കെ പോയി കാണാൻ വേണ്ടി. എന്ത് മ്യൂസിക്കടാ മോനെ, സത്യം പറഞ്ഞ ആ മ്യൂസിക് കീരവാണി സാറേ നിങ്ങളെ നമിച്ച്. ആ സീനും ആ ഒരു മ്യൂസിക്കും കൂടി ബ്ലെൻഡായിട്ടുണ്ടല്ലോ, ഒരുമാതിരി രോമാഞ്ചിഫിക്കേഷനാണ് എനിക്ക് വന്നത് സീരിയസ്ലി. അതോടൊപ്പം തന്നെ മറ്റൊരു സീനെന്ന് പറയുന്നത്, നമ്മുടെ ശിവഗാമി ദേവി ഒരു കൊച്ചിനെ ഇങ്ങനെ വച്ചിട്ട് പിന്നെ കട്ടപ്പ കൊത്തുന്നതിന് മുമ്പുള്ള ഒരു സീന്, ഇങ്ങനെ രക്തം തെറിപ്പിച്ചിട്ട്, ഇങ്ങനെ മുഖത്തൊക്കെ രക്തം തെറിപ്പിച്ചിട്ട് ഇങ്ങനെ സിംഹാസനത്തിൽ ഒരു ഇരിപ്പുണ്ട് ഒരു കൊച്ചിനെ വെച്ചിട്ട്. ആ ഒരു സീന് എൻ്റെ ദൈവമേ, കിട്ടിലക്കാച്ച സാധനം, കിട്ടിലോ സാധനം എന്ന് വെച്ചാൽ കിട്ടിലോ സാധനം. മ്യൂസിക് കൊണ്ട് എന്താ രോമാഞ്ചിഫിക്കേഷൻ വന്ന സാധനങ്ങളാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറ കൂടി ഞാൻ പറയാനുണ്ട്. കുറേ ക്യാമറ ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിഞ്ഞ ക്യാമറ ട്രിക്കുകൾ. ഇത്രയും കാലം ഈ സിനിമയെക്കുറിച്ച് ഡീറ്റെയിൽ ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതത്തോടെയാണ് ഈ സിനിമ ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ഇപ്പോഴാണ് സിനിമ കണ്ടപ്പോഴാണ്, ഞാൻ ഒരു 5 വർഷങ്ങളായി കാണും ഈ സിനിമ കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് കിടിലമായിട്ട് ആസ്വദിക്കാൻ പറ്റി. ഇതിൻ്റെ ക്യാമറ കൂടി പറഞ്ഞു പോകണം, ഇതിൻ്റെ എഡിറ്റിംഗ് കൂടി പറയണം. ഇത് 2 കാര്യവും പറഞ്ഞു പോകണം. ഇതിൻ്റെ ഒരുപാട് സീന്, ഈ കുന്തള രാജ്യത്തിൻ്റെ കുറേ സാധനങ്ങൾ, മഹിഷ്മതി രാജ്യത്തിൻ്റെ കുറേ സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് മഹിഷ്മതി സാമ്രാജ്യം കാണിക്കുന്നത് ഒരു വലിയ ഷോട്ട് കാണിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശത്തു നിന്നുള്ളൊരു ഷോട്ടാണ്. ആ സാധനം കാണിച്ചിട്ടാണ് ഇതിൻ്റെ ചെറിയ ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങൾ കാണിക്കുന്നത്. ഇങ്ങനെ ചെറിയ ഇതായിട്ട് കാണിക്കുന്ന സാധനം. കുന്തള രാജ്യത്തിൻ്റെ സീന് കാണിക്കുന്നത് ഇങ്ങനെ ലോങ് ഷോട്ട്. കുന്തള രാജ്യം എന്ന് പറയുന്നത് മൊത്തത്തിൽ വൈറ്റാണ്. മഹിഷ്മതി രാജ്യത്തിൻ്റെ കൊട്ടാരവും ഇതെല്ലാം ഒരു കാവി നിറമാണ്. മറ്റത് വൈറ്റ് ആയതുകൊണ്ട് കുന്തള രാജ്യത്തിൻ്റെ വൈറ്റ്, അതിൻ്റെയും സീൻ ഇത് കണക്കാണ്. അവിടെ എന്ന് പറയുന്നത് ഒരുമാതിരി വെള്ളച്ചാട്ടവും ബഹളവും എല്ലാം കൂടി ചേരുന്ന ഒരു രാജ്യമാണ് കുന്തള രാജ്യം. അതിൻ്റെ സീന്, അതിൻ്റെ ഷോട്ട്, അതിൻ്റെ സാബുസറുകൾ സമ്മതിക്കണം കേട്ടോ. അയാളെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. കാര്യം ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ആഭരണങ്ങൾ പോലും, അവരുടെ ആയുധങ്ങൾ പോലും, അവരുടെ കൊട്ടാരങ്ങൾ, തുണി കൊണ്ടുള്ള കൊട്ടാരമായിക്കോട്ടെ, പിന്നെ ടെൻ്റ് ആയിക്കോട്ടെ, യുദ്ധത്തിന് വേണ്ടിയുള്ള സാധന ജംഗ വസ്തുക്കളായിക്കോട്ടെ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഒരു കിടുക്കാച്ച സാധനം. ആർട്ട് സാബുസറിൻ്റെ നമിക്കണം. അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് തന്നെ സാബുസറുകൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. ഇതിൽ പ്രധാനമായിട്ടും ഇത്
ഐമാക്സ് റേഷ്യോയിലാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഓക്കെ, എപ്പിക്സ് ആയതുകൊണ്ട് തന്നെ ഇത് ഐമാക്സിലോട്ട് പോയി കാണുമ്പോൾ നന്നായിട്ട് തന്നെ കാണാം. ഞാനാണെന്ന് പറയുന്നത് ഏറ്റവും ബാക്കിൽ, ഐമാക്സിലെ ഏറ്റവും ബാക്ക് ഡ്രോയിൽ മിഡിലാണ് ഇരുന്നത്. എന്നിട്ട് പോലും സ്ക്രീനിൻ്റെ താഴെ കുറേ ബ്ലാക്ക് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കാരണം ഇതിനെ ഈ മാക്സിമം വലിച്ചു നീട്ടാൻ പറ്റുന്നതാണ് എപ്പിക്സ്. ആ എപ്പിക്സിലോട്ട് മാക്സിമം ഫിലിം വലിച്ചു നീട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഐമാക്സിലോട്ട് കുറച്ചുകൂടി വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ കാർട്ടൂൺ കാണുന്നത് പോലെ ചിലപ്പോൾ ഫീൽ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവർ ഐമാക്സിലേക്ക് വലിച്ചു നീട്ടാത്തത്. കാരണം ചിലപ്പോൾ തല വലുതും പിന്നെ ബോഡി നല്ല സ്കിന്നുമായിട്ട് ഇരിക്കുന്ന രീതിയിലേക്ക് ചിലപ്പോൾ സീനുകൾ പിന്നെ പല ആൾക്കാരെ ഇങ്ങനെ കാണിക്കേണ്ടി വരും. ഐമാക്സിൽ വന്നപ്പോൾ അത് കച്ചടയായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കാലകേയൻ്റെ യുദ്ധത്തിൻ്റെ കുറേ 1000 ഭടന്മാരുള്ള അല്ലെങ്കിൽ 1000 പേരടങ്ങുന്ന സൈന്യമാണ് കാലകേയൻ്റെ സൈന്യം എന്ന് പറയുന്നത്. ആ കാലകേയൻ്റെ സൈന്യത്തെ ഒരുമാതിരി ഉറുമ്പ് ഇത് കാണിക്കത്തില്ലേ, ഉറുമ്പിനെ കാണിക്കുന്ന രീതിയിലാണ് ആൾക്കാരെ കാണിക്കുന്നത്. അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഷോട്ട് വളരെ ലോങ് ഷോട്ട് ആയതുകൊണ്ട് തന്നെ അത്, കാരണം ഐമാക്സിലാണെങ്കിൽ അത് കൃത്യമായിട്ട് കാണിക്കാൻ പറ്റും. അതിൻ്റെ റേഷ്യോ ആ രീതിയിലാണ് പിന്നെ ഇത് മാറ്റിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായും കൃത്യമായിട്ട് കാണിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ മറ്റൊരു സീൻ എന്ന് പറയുന്നത് മറ്റേ കുന്തള രാജ്യത്തു നിന്നും പിന്നെ നമ്മുടെ ദേവസേനയും കൊണ്ട് പിന്നെ അവർ ഒരു കപ്പലിൽ വരുന്നുണ്ട്. ആ കപ്പൽ ഇങ്ങനെ മഹിഷ്മതിയിലേക്ക് എത്തിപ്പെടുമ്പോൾ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഒരു വലിയ ആന ആണ് ഒരു ബ്രിഡ്ജിനെ താങ്ങി നിർത്തുന്നത്. ആ ഒരു സീനിൽ മുകളിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം വീഴുന്നുണ്ട്. ആ വെള്ളം വീഴുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കുറേ പക്ഷികൾ പറന്നു പോകുന്നുണ്ട്. അതൊന്നും കാണാനുള്ള ഒരു ഇതില്ല. അതായത് ഒരു അണു കാണിക്കുന്ന രീതിയിലാണ് അത് കാണിച്ചത്. അത് ഐമാക്സ് ആണെങ്കിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. കാരണം ഇത്ര ലോങ് ഷോട്ട് ആയതുകൊണ്ട്, ലോങ് ഷോട്ട് എന്ന് പറയുമ്പോൾ മുകളിലേക്ക് പോകുന്ന ആ ഷോട്ട് ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടത് ചെയ്യാൻ പറ്റിയില്ല. അത്രയും ക്വാളിറ്റി ആ പിക്ചറൈസേഷൻ ഇല്ലാതെ പോയി ഐമാക്സിൽ വന്നപ്പോൾ. അങ്ങനെ ഒരു ചെറിയ സാധനമുണ്ട്. അതോടൊപ്പം തന്നെ കാലകേയൻ്റെ ആ ഒരു യുദ്ധത്തിൻ്റെ മൊത്തത്തിലുള്ള സീനിൽ പിന്നെ ഈ 2 കല്ല് കെട്ടിയിട്ട് അതിൽ പിന്നെ ക്ലോത്ത് വലിച്ച് കെട്ടി പിന്നെ ഓയിൽ ഇത് ചെയ്തിട്ട് അമ്പ് ചെയ്ത് തീ കത്തിക്കുന്ന സീനുണ്ടല്ലോ. ആ സീനിൽ ഡീറ്റെയിൽ ചെയ്യാൻ സാധിക്കുന്നില്ല ഐമാക്സിൽ വന്നപ്പോൾ. അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇവർ ഷൂട്ട് ചെയ്ത റേഷ്യോ ഏതാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ആ റേഷ്യോ മാക്സിമം വലിച്ചു നീട്ടാൻ പറ്റുന്ന രീതിയിൽ അവർ വലിച്ചു നീട്ടിയിട്ടുണ്ട്. കഴിയുമെങ്കിൽ ഈ സിനിമ നിങ്ങൾ 4DK കാണുക, അതല്ലെങ്കിൽ VMAXൽ കാണുക. ഐമാക്സ് ഒരിക്കലും പ്രിഫർ ചെയ്യരുത്. ഐമാക്സിൽ ഫുൾ സ്ക്രീൻ ഇല്ല, പകുതി സ്ക്രീൻ, മുക്കാൽ സ്ക്രീൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും മാക്സിമം വലിച്ചു നീട്ടാൻ പറ്റുന്നിടത്തോളം മാക്സിമം അവർ വലിച്ചു നീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഐമാക്സിലോട്ട് പ്രിഫർ ചെയ്യരുത്. ഒരിക്കലും ഐമാക്സിലോട്ട് പോയി കാണരുത്. VMAXലേക്ക് പോയി കാണുക. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഐമാക്സിൽ എക്സ്പീരിയൻസ് ചെയ്തു കഴിഞ്ഞാൽ അത് പരാജയമായിരിക്കും, പൈസ പോകുന്നതല്ലാതെ ഒരു എഫക്റ്റും ആ ഒരു തൃപ്തി നമുക്ക് കിട്ടത്തില്ല. അത് തന്നെയാണ് ഇതിൻ്റെ നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ മറ്റൊരു സീൻ കൂടി പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നു. ഈ ശകുന്തള എന്ന് പറയുന്ന രാജാരവിവർമ്മയുടെ ഒരു പിക്ചർ ഉണ്ടല്ലോ, പിന്നെ അന്തപുരത്തിൻ്റെ മുകളിൽ പിന്നെ പരവാതാനിയുടെ മുകളിൽ ഇങ്ങനെ ശകുന്തള ഇങ്ങനെ ചിന്താവിഷ്ടയായിട്ട് നിൽക്കുന്ന ഒരു ഇതുണ്ട്. ആ ഒരു സീനിനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ശിവകാമി ദേവി ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനുണ്ട്. അതോടൊപ്പം തന്നെ ശിവകാമി ദേവി അവസാനം പിന്നെ കുഞ്ഞായിട്ടുള്ള ബാഹുബലിയെ ഇങ്ങനെ ഉയർത്തി കാണിക്കുന്ന ഒരു സീനുണ്ട്. ഇങ്ങനെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ അന്തപുരത്തിൻ്റെ മുകളിൽ, ഞാൻ പറയുന്നത് വെള്ളത്തിൽ ഒറ്റ കൈ കൊണ്ട് പൊക്കി പിടിക്കുന്ന സീനല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെ പൊക്കി പിടിക്കുന്ന ഒരു സീനുണ്ട്. തലയ്ക്ക് മുകളിൽ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇതാണ് നമ്മുടെ രാജ്യത്തെ പുതിയ രാജാവ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു സീനുണ്ട്. എന്നിട്ടാണ് കൊച്ചിനെ കൊണ്ട് എടുത്ത് ഓടുന്നത്, രക്ഷപ്പെടുന്നത്. ആ സീന് എന്ത് കിടിലം സാധനം. അതിൻ്റെ കളർ ടോൺ എന്ന് പറയുന്നത് ആകാശം മുഴുവൻ ഇരുണ്ട്, വെളിച്ചം, ഈ ഇടിമിന്നൽ, എല്ലാ സാധനങ്ങളും ചേരുന്ന ഒരു സാധനം. ജനങ്ങൾ ഇങ്ങനെ അന്തപുരത്തിന് മുന്നിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അപ്പോഴേ ഇങ്ങനെ പൊക്കി പിടിക്കുന്ന ഒരു സാധനം, അതിൻ്റെ കളർ ടോണാണ് ഞാൻ പറയുന്നത്. കളർ ടോൺ, ഒരു ഞെരുപ്പ് സാധനം. അതോടൊപ്പം തന്നെ ഭല്ലാലദേവൻ്റെ ഒരു രംഗപ്രവേശനമുണ്ട്. രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്ന ഒരു രംഗപ്രവേശനമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രഭാസ് ഇങ്ങനെ
സൈന്യാധിപനായിട്ട് മുന്നിൽ നിന്ന് പിന്നെ ഇതിന് പരേഡ് നയിക്കുന്ന ഒരു സീനുണ്ട്. മോനെ കിടിലം സീൻ എന്ന് പറഞ്ഞാൽ കിടിലം സീന്. പക്ഷേ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ എല്ലാ ആൾക്കാരെയും ഈ സൈന്യത്തെ മുഴുവനും സ്ക്രീനിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവൻ ഇങ്ങനെ അതിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് കിടിലം സാധനം, കിടുക്കാച്ച സാധനം എന്ന് വെച്ചാൽ കിടുക്കാച്ച സാധനം. ഇങ്ങനെ ഒരു പരേഡ് ഇങ്ങനെ വാളിങ്ങനെ പിടിച്ചിട്ട് കൂക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗല്ല കമാൻഡിങ് അതിൻ്റെ തൊട്ട് പിന്നാലെ 8 or 9 കുതിരയുടെ ഇതിൽ കെട്ടിയ ഒരു തേരുമായിട്ട് ഫലാൻദേവൻ വരുന്നുണ്ട്. സിംഹാസനം ഇത് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു സാധനം. ആ സീന് ഞെരുപ്പ്. പിന്നെ സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്ന ഒരു ചെറിയ സാധനം, ഒരു ഗ്രാഫിക്സ് നരേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾക്ക് സിനിമയുടെ മെമ്മറി ഇത് ചെയ്യാൻ വേണ്ടി, റീകളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെറിയ സാധനം. കുറേ കട്ടപ്പ ഇങ്ങനെ ബാഹുബലി കുത്തുന്ന ആ ഒരു സ്റ്റാച്യു വെച്ചിട്ടുള്ള ഒരു സീന്, ഒരു 3D എഫക്റ്റ്, ഒരു 360 ഡിഗ്രിയിൽ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ ഒന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബ്ലഡൊക്കെ ഇങ്ങനെ എയറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മനോഹരമായൊരു കാഴ്ച, കിടിലം സാധനം. ആ ഒരു ഗ്രാഫിക്സ് കിടിലം സാധനം. മൊത്തത്തിൽ ഈ സിനിമയെക്കുറിച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സാധനം പറയാനുണ്ട്. കാരണം 3.25 മണിക്കൂറാണ് ഈ സിനിമ കണ്ടത്. അപ്പോൾ ഓരോ സീൻ ഇങ്ങനെ പൊന്തി വരികയാണ്. എൻ്റെ പിന്നെ വീഡിയോയുടെ ദൈർഘ്യം കൂടി പോകുന്നത് കൊണ്ടാണ് ഞാൻ നിർത്തുന്നത്. ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. ഓക്കെ, താങ്ക് യു.